ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. നിങ്ങളും അവരും സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യുക. അതിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക, അതിൽ ഒരു പിടി കല്ലുപ്പിടുക, കൗണ്ട് ചെയ്യാൻ പാടില്ല, ശുദ്ധമായ വെള്ളം ഒഴിക്കുക. എന്നിട്ട് കാംഫറല്ലേ, പച്ചക്കർപ്പൂരം, അതും ഗ്രാമ്പൂ ഇടുക. ഗ്രാമ്പൂ എന്ന് പറയുമ്പോൾ 7 എണ്ണം എടുക്കാം കേട്ടോ. എത്രയാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ആ ഒരു സംഖ്യ എടുക്കാനായിട്ട് ശ്രമിക്കുക. 1, 3, 7, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്ന നമ്പർ 7 ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്യുക. ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക, കല്ലുപ്പിടുക, കൗണ്ട് ചെയ്യാണ്ടെടുക്കുക, വെള്ളം ഒഴിക്കുക, പച്ചക്കർപ്പൂരം ഇടുക, ഗ്രാമ്പൂ ഇടുക. നല്ലതുപോലെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് അവിടെ വെക്കാം. അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇന്ന് നമ്മൾ റീഡിങ്ങിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. റീഡിങ് കാണുന്ന ഒത്തിരി പേരുണ്ട്, പോസിറ്റീവ് എനർജി ഉള്ളവരും നെഗറ്റീവ് എനർജി ഉള്ളവരും. ആ നെഗറ്റീവ് എനർജി ഉള്ളവരിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത് റീഡിങ്ങിന് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഓറക്കിൾ ഡെക്കിലൂടെ നോക്കുകയാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങളോട് എന്താണ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നോക്കുകയാണ്. ഇവിടെ എന്താണ് ആവശ്യം? പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് നോക്കുന്നത്. എക്സ്പ്രഷൻ, അഡ്വെഞ്ചർ, love's wings, stay strong, strong roots, control, wish granted. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. എന്താണ് ഓറക്കിൾ ഡെക്ക് ഓരോ കാർഡ്സും നമുക്ക് നൽകുന്ന അർത്ഥങ്ങൾ, മീനിങ്സ് നോക്കാം. എക്സ്പ്രഷൻ, being able to share your feelings openly. Vulnerable, honesty. നിങ്ങളുടെ വികാരങ്ങൾ തുറന്ന് പങ്കുവയ്ക്കാൻ കഴിയുക എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജോ കോളോ പ്രതീക്ഷിക്കാം. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. Adventure, having new experience and making new friends. Travel, change plans. നിങ്ങളുടെ എനർജിയാണ് ഇന്ന് അഡ്വെഞ്ചറായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ നിങ്ങൾ പുതിയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പുതിയ സുഹൃത്തുക്കളെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നുണ്ട്.
നിങ്ങളുടെ പ്ലാനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അഡ്വഞ്ചർ ആയിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. Love's wings. Put aside difference and soar to the next level. Divine devotion accent. നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാറ്റിവെച്ചിട്ട് അടുത്ത തലത്തിലേക്ക് ഉയരുമെന്നാണ് പറയുന്നത്. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു തിരിച്ചറിവ് അവരിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ അവർ ഓർത്തെടുക്കുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് തന്നെ അവരിലേക്ക് നിങ്ങളെ ഓർത്തെടുക്കാനായിട്ട് ആ ഒരു ഓർമ്മകളിലേക്ക് അവരെത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഡിവൈൻ കണക്ഷൻ എന്ന് പറഞ്ഞാൽ സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ്. നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. സ്റ്റേ സ്ട്രോങ്, ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി, കറേജ്, ലോയൽറ്റി, ട്രൂത്ത്. സ്നേഹത്തിന് വേണ്ടി പോരാടുക, യുദ്ധങ്ങൾ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ നിൽക്കാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളും അവരും തമ്മിൽ എന്ത് കാരണം കൊണ്ടാണോ ഇന്ന് സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളത്, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കത്തെ കാണിക്കുന്നു, നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളെ കാണിക്കുന്നു. സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ഇവിടെ പോരാട്ടങ്ങൾ നടക്കുന്നത്. നിങ്ങൾ സംസാരിക്കാനായിട്ട് ഇടവന്നിട്ടുള്ളത് അത് ബുദ്ധിപൂർവമാകണമെന്ന് പറയുന്നു. വാക്കുകൾ മൂർച്ചയുള്ളതാണ്, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പറയാൻ എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ എനർജിയാണ്. സ്ട്രോങ് റൂട്ട്സ്, ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ, ഫെയ്ത്ത്ഫുൾ, ഫാൻസ് ഫസ്റ്റ്. ഒരാളുമായിട്ട് വിശ്വാസത്തിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കാൻ പറയുകയാണ്. ഒരാളുമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സുഹൃത്തിനെ പോലെ ആയിരുന്നിരിക്കണം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഓപ്പണായിട്ട് സംസാരിക്കുക, നല്ല രീതിയിൽ അവരുമായിട്ട് ബന്ധങ്ങൾ ഉറപ്പിക്കുക. ഫൗണ്ടേഷൻ വേണം. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് ചേരുന്ന നിമിഷത്തിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന നിമിഷത്തിൽ സുഹൃത്തിനെ പോലെ ആയിരിക്കുക. നല്ലൊരു ഫൗണ്ടേഷനിലൂടെ പോവുകയാണെങ്കിൽ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം മുന്നത്തെ കാർഡ് കിട്ടിയിട്ട് കണ്ടോ, സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നാണ്. അപ്പോൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാവാനായിട്ട് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ഒന്നും മറച്ചു വയ്ക്കാതെ, രഹസ്യങ്ങളില്ലാതെ പരസ്പരം എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവിടെയാണ് ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകുന്നത്. കൺട്രോൾ, taking responsibilities for both actions and emotions. Stepping up, steering. പ്രവൃത്തികൾക്കും വികാരങ്ങൾക്കും ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ് കാണിക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ എല്ലാം കൺട്രോൾ ചെയ്യുകയാണ്, എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ്. എല്ലാ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ നിങ്ങളുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവർ ക്ഷമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു കൺട്രോൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി ആ പ്രശ്നങ്ങളെ ഈ കാര്യത്തിൽ അവർ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് മുന്നോട്ട് ഫോക്കസ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾ അവരെ കൂടെ ചേർക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് അവരായിട്ട് തന്നെ തീരുമാനമെടുക്കുന്നു. അവരായിട്ട് തന്നെ ഈ ബന്ധത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എടുക്കാനായിട്ട് തയ്യാറാകുന്നു. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കാരണം ഈ കാർഡ് നിങ്ങൾക്കുള്ളതാണ്. വിഷ് ഗ്രാൻറ്റഡ്. കാണുന്നുണ്ടോ? ഇറ്റ് ബിക്കംസ് എ veritable when you make it real. Magic avert results. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം യാഥാർത്ഥ്യമാകുമ്പോൾ കഴിഞ്ഞു പോയതെല്ലാം ഒരു പഴങ്കഥയായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. കാരണം റിസൾട്ടാണ് വരുന്നത്. നിങ്ങളുടെ എഫേർട്ടിന്, നിങ്ങളുടെ പ്രയത്നത്തിന്, നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഇവിടെ ഒരു മാജിക്ക് സംഭവിക്കുകയാണ്.
പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സാധ്യമാവാൻ പോവുകയാണ്. റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം നിങ്ങളിലേക്ക് സാധ്യമാകുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സായിട്ട് തന്നെ നമുക്ക് കാർഡ്സ് തരുന്നതാണ്. നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുന്നു, നിങ്ങളുടെ മുന്നിൽ വെച്ച് അത് വായിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. 6 ഓഫ് സ്വോർഡ്സ് കാർഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്, മാറ്റമാണ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് യാത്രയ്ക്ക് ഒരുങ്ങിയിട്ടുണ്ട്, അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് നേടാനായിട്ട് പോവുകയാണ്. ഹെവി ബേർഡൻസ് എന്നാണ് ഈ കാർഡ് പറയുക. ഒരുപാട് ഭാരങ്ങൾ അവർ വഹിക്കുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും നിങ്ങളിലേക്കുള്ളൊരു മാറ്റത്തെ ഇവിടെ കാണിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണെയാണ് കാണിക്കുന്നത്. പീസ്, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്. 2 ഓഫ് സോർട്സ് കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡും സോർട്സ് കാർഡാണ്, സെക്കൻഡ് കാർഡും സോർട്സ് കാർഡാണ്. ഇവിടെ മറ്റുള്ളവരാൽ അവരെ കണ്ണ് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങളും അവരും സെപ്പറേഷനിൽ വരാൻ കാരണം മറ്റുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ്. എങ്കിൽ കൂടിയും ഒരു തീരുമാനം അവരെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് അവരായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് അവർ അവരുടെ എനർജിയിലാണ് വിശ്വസിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഒരു സമാധാനം ആഗ്രഹിക്കുന്നു. അബണ്ടൻസ്, 3 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഒന്ന് ചേരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ 3 ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ അല്ലെങ്കിൽ അടുത്ത് വേണ്ടപ്പെട്ടവരായിട്ടുള്ള ഒരു ചെറിയൊരു ഫംഗ്ഷനെ അല്ലെങ്കിൽ അവർ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നൊരു കാര്യത്തെ ചെറിയൊരു ഗെറ്റ് ടുഗദർ പോലെ അങ്ങനെ അവർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ കൂടിയും അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണ്, മാറ്റം വന്നിട്ടുണ്ടെന്നാണ്. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലേക്ക് അവർ പോകുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സുമായിട്ട് സിബ്ലിങ്സ് ആയിട്ടൊക്കെ ഉള്ള ചെറിയൊരു കൂടിച്ചേരൽ. പക്ഷേ നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ, നോ കോണ്ടാക്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ടവർ കാർഡാണ്. ഇവിടെ ടവർ ബ്രേക്ക് ആകുന്നു. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നു. പ്രോഗ്രസ് തന്നെയാണ് കാർഡ് പറയുന്നത്. പ്ലഷർ, 6 ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. അവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്താണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവർക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്, അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ ഓർക്കുന്നു, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷത്തിലാണ് അവർ അത്രയേറെ ഹാപ്പി ആയിട്ടിരുന്നത്. അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുമൊത്തുള്ള നിമിഷത്തിലാണ്. പാസ്റ്റിലേക്ക് അവരുടെ മനസ്സ് പോവുകയാണ്, നിങ്ങളിലേക്ക് അവരുടെ മനസ്സ് പോവുകയാണ്. നിങ്ങളുമൊത്തുള്ള നല്ല ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. സൺ എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബന്ധം, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണതയിൽ എത്തുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് യെസ്. ഇവിടെ സന്തോഷം നിമിഷത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്, ഒരു കംപ്ലീഷനെയാണ് കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സോൾമേറ്റിക് കണക്ഷൻ തന്നെയാണ്. പൂർണ്ണതയിൽ എത്താൻ പോകുന്ന നിങ്ങളുടെ ജീവിതമാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് സക്സസ് എന്നാണ് കാർഡ് പറയുന്നത്. 2 കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് കപ്സ് കാർഡ് റിവേഴ്സ് ആണ്. സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് പ്രിൻസസ് ഓഫ് വാൻസ് ആണ്. ഇവിടെ അവരിലേക്ക് ഒരു നെഗറ്റീവ് ഫീൽ വരുന്നു. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളും അവരും സെപ്പറേഷനിലായ ഈ ഒരു നിമിഷം എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഓർത്തെടുക്കുമ്പോൾ നിങ്ങൾ അവരെ വേണ്ട വെച്ച് പോവോ എന്നുള്ള ചിന്ത അവരിൽ വന്നിട്ടുണ്ട്. കാരണം അത്രയേറെ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്.
ഇപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം യൂണിവേഴ്സിനോട് താങ്ക് യു പറയുകയാണ്. നിങ്ങളെ തിരിച്ചു തന്നതിന് താങ്ക് യു പറയുകയാണ്. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. അതൊരു പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. റിച്ച് ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. പ്രിൻസസ് ഓഫ് വാൻസ്, അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു, ആക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇവിടെ നിങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്. നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് തന്നെ അവരിലേക്ക് നഷ്ടങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു നെഗറ്റീവ് ഫീലാണ് വന്നിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവർക്ക് പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്, ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നത്. അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫ് പോകുക എന്നുള്ള ക്യൂരിയോസിറ്റിയും ഇവിടെ കാണിക്കുന്നുണ്ട്. ആക്ഷൻ എടുത്തു കഴിഞ്ഞു. നിങ്ങളെ അവർക്ക് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. ആസ് എ ഡ്രീമർ അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലെയിം, ഒരു വെളിച്ചത്തെ കാണുന്നത് നിങ്ങളിലാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഈ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് സക്സസ് തന്നെയാണ് എത്തിക്കുന്നത്. അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയവും ഇവിടെ കാണിക്കുന്നുണ്ട്. അവരവരായിട്ടിരുന്നിട്ടുള്ളത് നിങ്ങളുമൊത്തുള്ള നല്ല നിമിഷത്തിലാണ്. ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ്. ഈ റീഡിംഗ് ഞാൻ നിർത്തുകയാണ്. റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.